ശാസ്ത്രവും ടെക്നോളജിയും ഇത്രയേറെ വളർന്ന ഈ 21ാം നൂറ്റാണ്ടിലും മനുഷ്യൻ ആദ്യകാലങ്ങളിൽ ജീവിച്ച പോലെ മൃഗങ്ങളെ വേട്ടയാടിയും മരത്തിലെ പഴങ്ങളും തിന്ന് ജീവിക്കുന്ന ഒരു വിചിത്ര ഗോത്ര വിഭാഗം ഇന്നും നമ്മുടെ ഒരു ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ടാൻസാനിയയിലെ റിഫ്റ്റ് വാലി എന്ന പ്രദേശത്തുള്ള ഇയാസി പുഴയുടെ തീരത്ത് ജീവിച്ചു വരുന്ന ഒരു ഗോത്രവർഗമാണ് ഹഡ്സബെ. ഹഡ്സ എന്ന പേരിലും ഇവരെ പൊതുവെ അറിയപ്പെടുന്നു. ഇന്ന് ലോകത്ത് മൃഗങ്ങളെ വേട്ടയാടി ജീവിച്ചു പോരുന്ന ഒരേ ഒരു ഗോത്ര വിഭാഗമാണ് ഈ പറഞ്ഞ ഹഡ്സ വിഭാഗം. നിലവിൽ 1000-നും 1200-നും ഇടയിൽ വരുന്ന ജനസംഖ്യ മാത്രമാണ് ഈ ഒരു ഗോത്രത്തിലുള്ളത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇക്കൂട്ടർ തങ്ങളുടെ പൂർവികരെ പോലെ ഇന്നും മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മരങ്ങളിലെ പഴങ്ങൾ ഭക്ഷിച്ചും പ്രകൃതിയോട് ഇടപഴകിയും ജീവിച്ചു വരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ എങ്ങനെയാണോ ഭൂമിയിൽ ജീവിച്ചിരുന്നത് എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് ടാൻസാനിയയിലുള്ള ഹഡ്സബെ ഗോത്രങ്ങൾ. ലോകത്തുള്ള മറ്റു ഗോത്ര വിഭാഗങ്ങളെ പോലെ ഇവർക്ക് ഗോത്ര തലവന്മാരോ മൂപ്പന്മാരോ ഇല്ല. കൂട്ടത്തിലുള്ള ഏറ്റവും പ്രായമുള്ള ആളുകൾ അറിവുകളും ഉപദേശങ്ങളും പറഞ്ഞു നൽകാറുണ്ട്. അതുപോലെ കൂട്ടത്തിലുള്ള എല്ലാവരും ചേർന്ന് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇവർ ഓരോ പുതിയ തീരുമാനങ്ങളും എടുക്കാറുള്ളത്. 20 മുതൽ 25 അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഓരോ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് ഇവർ താമസിക്കുന്നത്. ഇനി അഥവാ കൂട്ടത്തിലുള്ളവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പരസ്പരം ആക്രമിക്കുന്നതിന് പകരം ആ ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്ക് മാറുകയാണ് ഇവർ ചെയ്യാറുള്ളത്. ഇവരുടെ ഇഷ്ടഭക്ഷണം മാംസം തന്നെയാണ്. പുരുഷന്മാരാണ് കൂടുതൽ മൃഗങ്ങളെ വേട്ടയാടാനായിട്ട് പോകാറുള്ളത്. പണ്ടുകാലങ്ങളിലെ പോലെ അമ്പും വില്ലും ഒക്കെ ഉപയോഗിച്ചാണ് ഇവർ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നത്. പ്രധാനമായും കുരങ്ങ്, സീബ്ര, കാട്ടുപോത്ത്, കാട്ടുപന്നി എന്നിവയൊക്കെയാണ് ഇവർ അധികവും വേട്ടയാടാറുള്ളത്. വേട്ടക്കായി ഉപയോഗിക്കുന്ന അമ്പിന്റെ മുനയിൽ ഇവർ വിഷച്ചെടികളുടെ വിഷം തേച്ച് പിടിപ്പിക്കാറുണ്ട്. കാട്ടുപോത്ത്, സീബ്ര പോലുള്ള വലിയ മൃഗങ്ങളെ പെട്ടെന്ന് കീഴ്പ്പെടുത്താനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അത് കൂടാതെ ചെറിയ മൃഗങ്ങളായിട്ടുള്ള മുയല്, ഉടുമ്പ് എന്നിവയെല്ലാം പിടിക്കാനായിട്ട് ഇവർ കെണികളും ഉപയോഗിച്ചു വരുന്നു. ഇതൊന്നും കൂടാതെ മരങ്ങളിൽ നിന്നും മാളങ്ങളിൽ നിന്നുമൊക്കെ കാട്ടുതേനും ഇവർ ശേഖരിക്കുന്നു. പുരുഷന്മാർ മൃഗവേട്ടക്ക് പോകുമ്പോൾ കൂട്ടത്തിലുള്ള സ്ത്രീകൾ കാട്ടിൽ നിന്നും പഴവർഗ്ഗങ്ങളും കായ്ക്കനികളുമൊക്കെ ശേഖരിക്കുന്നു. ഇക്കൂട്ടർ സ്വന്തമായി കൃഷി ചെയ്യുകയോ മൃഗങ്ങളെ ഇണക്കി വളർത്തുകയോ ചെയ്യുന്നില്ല. എന്തിനേറെ പറയുന്നു, ഒരു സ്ഥലത്ത് സ്ഥിരമായി ഇക്കൂട്ടർ വീട് പോലും നിർമ്മിക്കലില്ല. മരങ്ങളുടെ കൊമ്പുകളും പുല്ലുമൊക്കെ ഉപയോഗിച്ചുള്ള വീടുകളിലാണ് ഇവർ താമസിക്കുന്നത്. വേട്ടയാടാനും കായ്ക്കനികളും കൂടുതൽ ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇവർ തങ്ങളുടെ താമസം മാറ്റിക്കൊണ്ടിരിക്കും. ഈ ഒരു കാരണത്താൽ തന്നെ സ്ഥിരമായി ഒരു സ്ഥലത്ത് തന്നെ ഇവർ താമസിക്കലില്ല. പ്രത്യേകതര ഭാഷകളിലൂടെയാണ് ഇവർ പരസ്പരം സംസാരിക്കുന്നത്. എന്നിരുന്നാലും കൂട്ടത്തിലുള്ള ചില ആളുകൾ ആംഗ്യ ഭാഷയിലൂടെയും സ്വാഹിലി ഭാഷയും സംസാരിക്കുന്നു. മൃഗങ്ങളുടെ തൊലികളാണ് ഈ ഒരു വിഭാഗം വസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നത്. കൂടുതലുള്ള സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ഇതുതന്നെയാണ് ധരിക്കുന്നത്. കൂടാതെ മൃഗങ്ങളുടെ പല്ലുകൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത ആഭരണങ്ങൾ ഇവർ ഉപയോഗിക്കുന്നു. ഇവർക്കിടയിലെ മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യമാണ് ഒത്തൊരുമയോടുള്ള പെരുമാറ്റം. അതായത് കൂട്ടത്തിലുള്ള ആര് മൃഗങ്ങളെ വേട്ടയാടി കൊണ്ടുവന്നാലും പഴങ്ങൾ കൊണ്ടുവന്നാലും ഒക്കെ അതെല്ലാം മറ്റുള്ളവർക്ക് കൂടി കഴിക്കാനുള്ള ഭക്ഷണമാണ്. ഇങ്ങനെ കാട്ടുമൃഗങ്ങളും കായ്ക്കനികളും മാത്രം തിന്ന് ജീവിക്കുന്ന ഇവർക്ക് രോഗങ്ങൾ വളരെ കുറവാണ്. ഈ ഗോത്രത്തിൽപ്പെട്ട ആൺകുട്ടികൾ ചെറുപ്പം മുതലേ ശരിയായി വേട്ടയാടാൻ പഠിക്കുകയും അതുപോലെ പെൺകുട്ടികൾ കാട്ടിൽ ചെന്ന് കായ്ക്കനികൾ ശേഖരിച്ചു കൊണ്ടുവരാനും പഠിച്ചിരിക്കണം. ഇന്ന് ഇവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിൽ തന്നെയാണ് 6000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ പൂർവികരും ജീവിച്ചിരുന്നത്. അതായത് ചുരുക്കം പറഞ്ഞാൽ 20,000 വർഷത്തിലേറെയായി ഹഡ്സ ഗോത്ര വിഭാഗം ടാൻസാനിയയിലെ ഈ ഒരു ഭാഗത്ത് ജീവിച്ചു പോരുന്നു എന്നതാണ് ചരിത്രം പറയുന്നത്. ഇവരുടെ വിശ്വാസങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ദൈവത്തിലും ഇവർ വിശ്വസിക്കുന്നില്ല. പകരം സൂര്യനോടും ചന്ദ്രനോടും ഒക്കെയാണ് ഇക്കൂട്ടർ പ്രാർത്ഥിക്കുന്നത്. ഇവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആത്മാവ് നേരെ പോകുന്നത് ഇവർ പ്രാർത്ഥിക്കുന്ന സൂര്യനിലേക്കാണെന്നാണ് ഇവർക്കിടയിലുള്ള ഒരു വിശ്വാസം. അത് കൂടാതെ മരിച്ചയാളുടെ മുമ്പിൽ വെച്ച് ഇവർ ഒരു പ്രത്യേക ഡാൻസും കളിക്കും. പുരുഷന്മാർ പല പക്ഷികളുടെയും തൂവലുകളെല്ലാം അണിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ മരിച്ച ആളുടെ മുമ്പിൽ വെച്ച് ഡാൻസ് കളിക്കുകയും പ്രത്യേകം പാട്ടുപാടുകയുമെല്ലാം ചെയ്യുന്നു. ഇതെല്ലാം
ഇവർ നടത്തുന്നത് രാത്രിയാണ്. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് മരണപ്പെട്ട ആളുടെ ആത്മാവും അതുപോലെ ജീവിച്ചിരിക്കുന്ന ഇവരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇത്രയും അധികം കാര്യങ്ങൾ കേട്ടപ്പോൾ ഇങ്ങനെയും ലോകത്ത് ഇന്നും ആളുകൾ ജീവിക്കുന്നുണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് ഹഡ്സ ഗോത്ര വിഭാഗം ഓരോ ദിവസവും ജീവിച്ചു പോരുന്നത് ഓരോ വെല്ലുവിളികൾ നേരിട്ടാണ്. ഇവർ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവരെ പോലുള്ള ടാൻസാനിയയിലെ മറ്റ് ഗോത്ര വിഭാഗങ്ങളായിട്ടുള്ള ടട്ട, ഇറു പോലുള്ള വിഭാഗങ്ങൾ ഇവരുടെ പ്രദേശങ്ങൾ ഇന്ന് കയ്യേറി വരുന്നുണ്ട്. അതുപോലെ വിനോദസഞ്ചാരികൾ യാത്രക്കായി ഈ ഒരു കാട്ടിൽ എത്തുന്നതും ഇക്കൂട്ടരുടെ ജീവിത സംസ്കാരത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അതും കൂടാതെ വരുന്ന മറ്റൊന്നാണ് ഇവർ വേട്ടയാടി ജീവിച്ചിരുന്ന പല പ്രദേശങ്ങളും ഇന്ന് ടാൻസാനിയൻ ഗവൺമെന്റ് പ്രൈവറ്റ് ഏരിയകളാക്കി തിരിച്ചിരിക്കുകയാണ്. ഇതിനാൽ തന്നെ ഈ പ്രദേശങ്ങളിൽ ഇവർക്ക് വേട്ടയാടാനോ കായ്ക്കനികൾ ശേഖരിക്കാനോ കഴിയില്ല. എന്നിങ്ങനെയുള്ള ഓരോ പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടാണ് ഹഡ്സ വിഭാഗം ഓരോ ദിവസവും മുന്നോട്ട് ജീവിച്ചു പോരുന്നത്. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ടാൻസാനിയൻ ഗവൺമെന്റ് ഇവരെ സഹായിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ വരും കാലങ്ങളിൽ ഹഡ്സബ എന്ന ഗോത്ര വിഭാഗം ഈ ഒരു ഭൂമിയിൽ നിന്നു തന്നെ അപ്രതീക്ഷമായേക്കാം. ഹഡ്സബ എന്ന ഗോത്ര വിഭാഗത്തെ കുറിച്ച് ഇത്രയും അധികം കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് കാണാം.